പക്ഷെ മാഷുടെ കാര്യത്തിൽ ഈ അശോകൻ ചെരുവിൽ ഈയിടെ ഒരു പ്രസ്താവന നടത്തി. എം കാരശ്ശേരിയാണ് കേരളത്തിൽ ഈ ഇടതുപക്ഷത്തിനെതിരായുള്ള സാംസ്കാരിക ഭിന്നിപ്പുണ്ടാക്കിയ പ്രമുഖൻ. അശോകൻ നല്ല എഴുത്തുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ 2016 ആണ് ഒന്നാം പിണറായി വരുന്നത്. അപ്പോൾ 21 മലയാള മനോരമയായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ തുടർഭരണം നല്ലതല്ല, സംസ്ഥാനത്ത് നല്ലതല്ല, LDF നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ഇവർക്കൊക്കെ വളരെ കഴിച്ചു. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിൽവർ ലൈൻ കേരയിൽ അതിന് എതിർത്ത ഒരാളാണ് ഞാൻ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാനും അശോകനെ അടുത്ത് കണ്ടപ്പോഴും വളരെ ലോഹിയായിട്ട് ഞങ്ങളൊന്ന് ചൂണ് കഴിച്ചൊക്കെ പിരിഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ രാഷ്ട്രീയം അല്ല, അതിപ്പോൾ എന്താ വെച്ചാൽ MA ബേബി ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ അവരുടെ ഒരു എറണാകുളത്തൊരു കൾച്ചറൽ കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ അഴീക്കോട് മാഷെ പറ്റി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഗുരുനാഥനാണ്, അദ്ദേഹം ജനിച്ചിട്ട് 100 കൊല്ലം ആവുകയാണ്. അപ്പോൾ ഞാൻ പോയി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ ഊണ് കഴിക്കാൻ വരും, അശോകനുണ്ട് മറ്റേ ക്യാൻറ്റീനിൽ. ഞങ്ങൾ ഒന്നിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഊണ് കഴിച്ചു. ഞങ്ങൾക്കിപ്പോൾ വേറെ എന്തെല്ലാം പറയാനുണ്ട്. അതിന് ഇതിപ്പോൾ വ്യക്തമാണല്ലോ, കാരണം അശോകൻ്റെ പോസ്റ്റ് മിക്ക ദിവസം കാണുന്ന ആളാണ് ഞാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, ഏതോ ഒരു തുറമുഖത്ത്, എനിക്ക് ആ പേരറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ ഏത് ഒരു വ്യക്തിയുടെ രക്തസാക്ഷിത്വത്തെ ഞാൻ അവമാനിച്ചു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പോയില്ല, എന്തായാലും തിരക്കില്ലാന്ന് വിചാരിച്ചാൽ. അല്ല, അത് അശോകൻ പറയുന്നതിലൊരു പ്രധാന കാരണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട് അതിന്. അതായത് സച്ചിദാനന്ദൻ എന്തോ മാറ്റി പറയുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധമായി, ഇടതുപക്ഷമല്ല ഇടതുമുന്നണി വിരുദ്ധമായിട്ട് എന്തോ പറയുന്നു എന്നുള്ള ഒരു ക്യാമ്പയിൻ വന്നപ്പോഴാണ് ഈ പ്രശ്നം അശോകൻ പറയുന്നത്. അതെ, അല്ല എന്താ വെച്ചാൽ സച്ചിദാനന്ദ മാഷും പറയുന്നത് ഭരണത്തുടർച്ച വേണ്ട, അത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. കാരണം ഈ അതാണ് ആ ആക്ടിൻ്റെ ആ വാചകമാണ്, അധികാരം ദുഷിപ്പിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ ദുഷിക്കാനിടയാക്കേണ്ട, കുറച്ച് മാറി നിന്നാൽ നിങ്ങൾക്ക് നന്ന്, നാട്ടിൽ നന്ന്. ഇതന്നെ ഞാനും പണ്ട് പറഞ്ഞത്. ഞാൻ നേരത്തെ പിന്നെ സച്ചിദാനന്ദൻ പറയാൻ വൈകിപ്പോയോ? മാഷ് നേരത്തെ പറയുകയും സച്ചിദാനന്ദൻ 10 അല്ല അതല്ല. അപ്പോൾ സച്ചിദാനന്ദൻ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹം കവിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആക്ടിവിസം നമ്മൾ കാണേണ്ടത് കവിതയിലാണ്. ഞാൻ ക്രിയേറ്റീവ് റൈറ്റർ അല്ല, ഞാനൊരു ക്രിട്ടിക്കൽ റൈറ്റിങ്ങുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ലേഖനങ്ങളിലോ പ്രസംഗങ്ങളിലോ ചാനൽ ചർച്ചകളിലോ ഇതുപോലെ അഭിമുഖങ്ങളിലോ ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അല്ല, പക്ഷേ അദ്ദേഹം സച്ചിദാനന്ദൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിൽ. അപ്പം ആ സ്ഥാനം സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷം അദ്ദേഹത്തോട് സൗജന്യം കാണിച്ചു തന്നെ ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തോട് സൗജന്യം കാണിച്ചു എന്നാണ് എൻ്റെ കണക്ക്. അല്ല, പക്ഷേ ഈ അക്കാദമി അധ്യക്ഷനായി ഇരിക്കുന്ന സമയത്ത് ആ പീരീഡിൽ പല കാര്യങ്ങളിലും സച്ചിദാനന്ദൻ നിശബ്ദനായിരുന്നു. ആയിരുന്നു അല്ലേ? ആയിരുന്നു. അതെന്താ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു സർക്കാർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയം, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഹൈ പ്രൊഫൈലുള്ള സച്ചിദാനന്ദനെ പോലുള്ള ഒരാൾ പറയാണ് ഈ സർക്കാർ ഇനി തുടരരുത് എന്ന് പറയുന്നതിലുണ്ടാകുന്ന അതെന്താണ് അങ്ങനെ ഒരു? അല്ല, എനിക്ക് അതിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, അല്ല അതിൽ എന്താണ്, അന്ന് സച്ചിദാനന്ദൻ ഡൽഹിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് താമസം മാറ്റുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചു അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാവും. അപ്പോൾ അന്ന് ഇടതുപക്ഷത്തുള്ള പലരും എന്നോട് പറഞ്ഞു അദ്ദേഹം സ്വീകരിക്കില്ല എന്നാണ്. കാരണം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ 10 കൊല്ലത്തോളം ഇരുന്നു, അവിടെ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായിരുന്നു, പിന്നെ വലിയൊരാളല്ലേ, ചെറിയ ആളല്ല സച്ചിദാനന്ദൻ. അപ്പോൾ എല്ലാ ഇത്തരം വലിപ്പങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു സച്ചിദാനന്ദൻ്റെ. പക്ഷേ അദ്ദേഹം ചേർന്ന് നിന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൂടി പാർട്ടായി നിന്ന, ഭാഗമായി നിന്ന ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പറയാണ് ഈ സർക്കാർ ഇനി തുടരേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അല്ല അതിലൊരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമൊക്കെ വരുന്നില്ലേ? അതിപ്പോൾ എന്താ വെച്ചാൽ ജേക്കബിൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതിനു മുമ്പ് പല കാര്യങ്ങളിലും അദ്ദേഹം മൗനം പാലിച്ചു. ഇപ്പോൾ എന്താ പറയാൻ? ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു നല്ല വാക്ക് പറയാൻ വൈകിപ്പോയി എന്ന് വെച്ചിട്ട് ഇത് പറയാതിരിക്കണം നമ്മൾ പറയണ്ടല്ലോ. സച്ചിദാനന്ദനെ പോലെ ഒരാൾക്ക് ഇതിനു മുമ്പും പലവട്ടവും ഇക്കാര്യങ്ങളിൽ സത്യസന്ധമായ അഭിപ്രായം പറയാമായിരുന്നു, സർക്കാരിനെ തിരുത്താമായിരുന്നു. ഇതെല്ലാം അദ്ദേഹം അന്ന് പറയാതിരിക്കുകയും അല്ലെങ്കിൽ മൗനം കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ഇപ്പം പറയാണ്, പെട്ടെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായിട്ട് പറയുന്നു ഈ സർക്കാർ ഇനി വരരുത്. അതൊരു ആത്മവഞ്ചന അല്ലെങ്കിൽ സത്യസന്ധതയുടെയെങ്കിലും ഒരു പ്രശ്നം അതിലില്ലേ? അല്ല, അതിപ്പോൾ എന്താ വെച്ചാൽ അന്നിപ്പോൾ സാറാ ടീച്ചർ അത് പറഞ്ഞു. സാറാ ടീച്ചർ സ്ഥാനത്തൊന്നുള്ള ആളല്ല, അതാണ് സ്ഥാനം ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞ ചോദ്യം അപ്രസക്തമാണെന്ന് ഞാൻ പറയില്ല. അപ്പം അതിന് എനിക്ക് കൃത്യമായിട്ട് മറുപടി ഇല്ല. ഇത്രയും സ്റ്റാച്ചറുള്ള ഒരാൾ
ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ എഴുത്തുകാർ അല്ലെങ്കിൽ ചിത്രകാരന്മാർ അല്ലെങ്കിൽ പാട്ടുകാർ അല്ലെങ്കിൽ നടന്മാർ ഇവരൊക്കെ സമയാസമയങ്ങളിൽ സമുദായത്തിന് ബുദ്ധി ഉപദേശിക്കാനും നല്ല വഴി കാണിച്ചു കൊടുക്കാനൊക്കെ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. ഇതിലിപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഇടതുപക്ഷ സർക്കാരുകൾ CPM-ഉം ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് സാംസ്കാരിക നായകരെന്നോ എഴുത്തുകാരെന്നോ ബുദ്ധിജീവികളെന്നോ വിളിക്കുന്നവരുടെ വലിയൊരു പ്രോപ്പർട്ടി അവർക്കുണ്ട്. അവരത് ഇലക്ഷൻ ശരിയാ അത് കാലാകാലങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, അത് ഇമേജിൻ്റെ കാര്യമാണ് ജേക്കബേ. അല്ല, അപ്പോൾ അല്ല അവരതിനെ വോട്ടിൻ്റെ ഒരു സാധ്യതയെ കൂടി മുന്നിൽ കാണുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ സച്ചിദാനന്ദന് പറ്റില്ല എന്നാണ്. അതിപ്പോൾ വലിയ വോട്ടിനെ സ്വാധീനിക്കാൻ ഒരു എഴുത്തുകാരൻ ആ അളവിൽ സാധിക്കുമോ? അല്ല, അതിനൊരു നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊരു ഒരു തരത്തിലുള്ള ഒരു ഡിബേറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഡിബേറ്റ് അതിപ്പോൾ ഉണ്ടായി കഴിഞ്ഞു. ആ ഡിബേറ്റ് വോട്ടിനെ ചിലപ്പം സ്വാധീനിക്കുകയും ചെയ്യും. വലിയ അളവിലൊന്നും ഉണ്ടാവില്ല. വലിയ അളവില്ല. കേരളത്തിന്റെ വോട്ട് 1.5% മാറിയാൽ തന്നെ ഒരു ഭരണം മാറുന്ന. അപ്പൊ ഇത്തരം ഒരുപാട് എലമെന്റ്സ് വരുമ്പോഴാണല്ലോ ഇത് ഫൈനൽ ഇതിലേക്ക് പോകുന്നത്. ആ ഫൈനൽ ടാലിയിലേക്ക് അല്ല, അതായത് മൂന്നാം പിണറായി സർക്കാർ വരരുത് എന്ന് വളരെ കൃത്യമായി ഖണ്ഡിതമായി സച്ചിദാനന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. CPM ആ കാര്യത്തിൽ ഇത്തിരി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അത്തരം തെറ്റുകൾ പറ്റാറില്ല. അപ്പം അതിൻ്റെ അത്തരത്തിലുള്ള CPM അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. M. മുകുന്ദൻ പെട്ടെന്ന് വളരെ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പത്രസമ്മേളനം വിളിച്ചിട്ടല്ല, അല്ലാത്ത രീതിയിൽ തന്നെ വലിയ ഇടതുപക്ഷ അനുഭാവം പറഞ്ഞു വരുന്നു. അതെ മൂന്നാം പിണറായി സർക്കാർ വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അതല്ല, മുകുന്ദൻ സാധു മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണെന്ന് എനിക്കൊരു എതിരുമില്ല. അദ്ദേഹം അങ്ങനെ സ്വജനപക്ഷപാതം കാണിക്കുക, അഴിമതി കാണിക്കുകയും ചെയ്യുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിനൊരു പാർട്ടി വിധേയത്വം വന്നു. അത് അദ്ദേഹത്തിനെ പോലെ വലിയൊരു എഴുത്തുകാരന് വരാൻ പാടില്ലാത്ത വലിയ സംഭാവനയുള്ള എഴുത്തുകാരനാണ് മുകുന്ദൻ, ചെറിയ ആളല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് നമുക്ക് മൊത്തം ഒരു ക്ഷീണമാണ്. ഇപ്പം P. ജയരാജന് വോട്ട് ചെയ്യണമെന്ന് മുകുന്ദൻ ഒരിക്കൽ പ്രസംഗിച്ചു. അതൊക്കെ എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയതാണ്. കാരണം P. ജയരാജൻ ജയിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രകടമായ രാഷ്ട്രീയത്തിലേക്ക് ഒരാൾ പോയിട്ട് ഇപ്പം ഞാൻ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, ഇന്ന ആൾക്ക് വോട്ട് ചെയ്തതെന്നുള്ള മട്ടിൽ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പരിമിതിയായിട്ട് വരും. ഇങ്ങനെ പരസ്യമായി വോട്ട് പിടിക്കുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ മാറിയിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകരല്ല, സാംസ്കാരിക നായകന്മാർ. അല്ല, അതിലിപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം നമ്മുടെ KR മീര ഇതേമാതിരി പറഞ്ഞല്ലോ, ബെന്യാമീൻ ഇപ്പോഴും പറയുന്നു. അങ്ങനെ ആളുണ്ട്. ഇപ്പോൾ രാവുണ്ണി പറഞ്ഞിരുന്നു, അശോകൻ ചെരുവിൽ, അങ്ങനെ ആളുണ്ട്. അല്ല, അതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നതും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടി ഇവരിങ്ങനെ സംസാരിക്കുക. പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ സാധ്യതകളൊക്കെ അടഞ്ഞു പോകും കേരളത്തിൻ്റെ. അതെ, അല്ല, അത് പിണറായിയുടെ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വ്യക്തിപൂജ വളർന്നു എന്നുള്ളതാണ്. അല്ല, അത് മുകുന്ദനെ പോലെയുള്ള. അതെ. അല്ല, സങ്കടമാണ് അതൊക്കെ. കാരണം മുകുന്ദൻ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ബന്ധമുള്ള ആളാണ്, എനിക്ക് വളരെ ബഹുമാനമുള്ള എഴുത്തുകാരനാണ്. അങ്ങനെയൊക്കെ പറയുന്നത് വലിയ കഷ്ടമാണ്. KR മീരയൊക്കെ വേറൊരു ജനറേഷൻ്റെ അതെ ഞങ്ങളുടെ അടുത്ത ജനറേഷനാണ്. അതെ, നിങ്ങളുടെ തലമുറ കുറെ കൂടി അനുഭവ സമ്പത്തും ആണ്. അത് ഞങ്ങൾ വലിയ ആളുകളെ കണ്ടല്ലോ. സച്ചിദാനന്ദ മാഷ് ഒരു ഭാഗത്തുണ്ട് ഇപ്പോൾ. ഉണ്ട്. മുകുന്ദൻ മറുഭാഗത്തുണ്ട്. കാരശ്ശേരിയെ പോലെയുള്ളവർ വളരെ നേരത്തെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നു? അത് എനിക്ക് കൃത്യമായി പറയാൻ അറിഞ്ഞൂടാ.